ഹായ് ഫ്രണ്ട്സ്, ഗുരുവായൂർ കൃഷ്ണ എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ എൻ്റെ കുറച്ച് അനുഭവ കഥകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് ഇപ്പോഴുള്ളത് മാത്രമല്ല, എൻ്റെ ചെറുപ്പം മുതലുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യമായി ഞാൻ ഗുരുവായൂർ പോയത് ഏകദേശം എനിക്കൊരു 5 വയസ്സുള്ളപ്പോഴാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി ഗുരുവായൂർ പോയത്. ആ ഒരു അനുഭവം അതെൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെയും വിട്ടുപോയിട്ടില്ല. കാരണം അത് ഓർക്കാൻ തന്നെ നമ്മുടെ അന്നത്തെ ആ കുഞ്ഞു മനസ്സിന് ഒരുപാട് വേദന നൽകിയ അനുഭവമായിരുന്നു ഗുരുവായൂരിലേക്കുള്ള എൻ്റെ യാത്ര. എൻ്റെ സ്വന്തം വീട് ഗുരുവായൂർ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരെയായിരുന്നു. പക്ഷേ ഞാൻ വളർന്നതെല്ലാം അവിടെയല്ല, എൻ്റെ അമ്മ വീട്ടിലായിരുന്നു. അത് ഗുരുവായൂരിൽ നിന്നും ഒരു 6 കിലോമീറ്ററോളം ദൂരത്തിലാണ്. ഞാനപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെയാണ് വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ എന്നെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാക്കണം. ഒന്നുകിൽ അച്ഛൻ വന്ന് എന്നെ കൊണ്ടുവരും, അല്ലെങ്കിൽ എൻ്റെ മാമന്മാരാരെങ്കിലും കൊണ്ടുവിടും. അങ്ങനെയാണ്. അച്ഛൻ വരാറില്ല അധികം, മാമൻ തന്നെയാണ് എപ്പോഴും കൊണ്ടുവരിക. അത് പ്രധാന ദിവസങ്ങളായ ഓണം, വിഷു, ശിവരാത്രി അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ വീട്ടിലെത്തിക്കൊള്ളുന്ന അച്ഛന് നിർബന്ധമാണ്. അപ്പോൾ അതെങ്ങനെയും എന്നെ വീട്ടിലവരെത്തിക്കും, അല്ലെങ്കിൽ അച്ഛൻ എന്നെ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഓണത്തിൻ്റെ സമയത്താണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരിക്കും. എല്ലാവരും ചിരിയും ബഹളവും കളിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു ചേച്ചി, അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകള്, അവർ എവിടേക്കോ പോകാൻ ഭയങ്കര തിരക്കിട്ട് ഡ്രസ്സെല്ലാം മാറാനും കുളിക്കാനും ഒക്കെ പോവുകയാണ്. അപ്പോൾ ചോദിച്ചാൽ എവിടെ പോകണു ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവുകയാണെന്നാണ്. അപ്പോൾ ഞാനിതുവരെയും എൻ്റെ ഓർമ്മയിൽ ഗുരുവായൂർ അമ്പലം ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ മറ്റുള്ളവർ കൊണ്ടുപോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ശരി മോള് പോരെ, റെഡി ആയിക്കോ, പോയി കുളിച്ച് വേഗം റെഡി ആവാൻ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു അമ്പലക്കുളമുണ്ട്, ചെറിയ കുളം. ആ കുളത്തിലാണ് ഞങ്ങളന്ന് കുട്ടികൾ കുളിക്കുക. ഞാൻ ഓടി കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ ചേച്ചിയുടെ കൂടെ വേറെയും ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഞാൻ കുളിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഇവരൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അമ്മയുടെ അടുത്ത് പോയി സമ്മതം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മയെ ഗുരുവായൂർ പോകേണ്ടവർ ഞാനും പോയിക്കോട്ടെ ചോദിച്ചു. പറഞ്ഞാൽ പൊക്കോ, മോള് വേഗം പോയിട്ട് കുളിച്ചോ എന്നൊന്നു. അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഓടി വന്ന് ഡ്രസ്സൊക്കെ മാറ്റി പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് പറഞ്ഞു, അയ്യോ അവരൊന്നും കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ പോയി മോളേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ അവർ കൊണ്ടുപോയില്ല. ആ കൊണ്ടുപോകാതിരിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. കാരണം അന്ന് അവിടെ നിന്ന് അവർ നടന്നാണ് അമ്പലത്തിലേക്ക് പോവുക സാധാരണ. അപ്പോൾ ഞാൻ ചെറുതല്ലേ, ഞാൻ അവരെ കൂടെ നടന്നെത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. അതെൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. ഞാൻ കുറേ അധികം ഇരുന്ന് കരഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് പോകാം, നീ വിഷമിക്കാതിരിക്കുന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ സമാധാനിപ്പിച്ച്. പക്ഷെ അമ്മ അങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോകുന്നൊരു വ്യക്തിയൊന്നുമല്ല. അങ്ങനെ ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഓണമെല്ലാം കഴിഞ്ഞു ഞാൻ വീണ്ടും എൻ്റെ അമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഞാൻ അമ്മ വീട്ടിൽ തിരിച്ചെത്തി എൻ്റെ അമ്മായിയോട് പറഞ്ഞു, അമ്മായി എന്നെ അവർ ഗുരുവായൂരിലോട്ട് കൊണ്ടുപോയില്ല, അവിടെ നിന്ന് എല്ലാവരും പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായി മോൾ വിഷമിക്കാണ്ടിരിക്കുമോ, ഇവിടെ നിന്നും പോവുമല്ലോ അമ്പലത്തിലേക്ക്, അപ്പം നമുക്ക് പോകാം, മോളെ കൊണ്ടുപോവാൻ ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറേ അമ്മായിമാരുണ്ട് അമ്മാവന്മാരുണ്ട്, അവിടെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഇരിക്കെ അവിടെ നിന്ന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരമ്മായിയും പിന്നെ എൻ്റെ മാമൻ്റെ മോളും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ എൻ്റെ മൂത്ത അമ്മായി പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഇവളെയും കൂടെ കൊണ്ടുപോകണം, ഇവൾക്ക് ഗുരുവായൂർ പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് പോകുന്ന പോലെയല്ല, ഇവിടുന്ന് ബസ്സിന് പോകണം. ഏകദേശം ഒരു 5-8 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്. അപ്പോൾ നേരിട്ട് ബസ്സില്ല, എപ്പോഴും ഇല്ല. ഒരു 1-2 ബസ്സൊക്കെ നേരിട്ടുള്ളൂ. അതിപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്, നേരിട്ട് ബസ് അധികം ഇല്ല. ഇടയ്ക്ക് വെച്ച് നമ്മൾ മാറി കയറണം. അപ്പോൾ
അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പോൾ എന്നോട് പറഞ്ഞു നേരത്തെ എണീക്കണം, നേരത്തെ എണീറ്റെങ്കിലേ നമുക്ക് ബസ് കിട്ടൂ, ബസ് കിട്ടിയാലേ നമുക്ക് ഗുരുവായൂർ പോയിട്ട് ഇറങ്ങാൻ കഴിയൂ, അല്ലെങ്കിൽ നമുക്ക് വേറെ ബസ്സിന് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അതും ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തില്ല, മമ്മിയൂർ ജംഗ്ഷൻ വരെ എത്തും. അവിടെ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കണം. അപ്പോൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടാണ് അങ്ങോട്ട് പോകുക. അപ്പം അങ്ങനെ പോകാൻ വേണ്ടി പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരേക്കാളും മുൻപ് ഞാൻ എണീറ്റു. കാരണം എനിക്ക് ഉറക്കമില്ല, ഗുരുവായൂരിൽ പോകുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം കാരണം എനിക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നല്ല മഴയാണ്. നല്ല മഴയപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളിപ്പോൾ പോരണം അമ്പലത്തിൽ, നല്ല മഴയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മഴ ഉണ്ടായാലും കുഴപ്പമില്ല ചേച്ചി, എനിക്ക് എന്തായാലും അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി മോള് വേഗം പോയി കുളിച്ചോളാൻ പറഞ്ഞു. ആ നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് തന്നെ ഞാൻ വേഗം പോയിട്ട് അവർ കുളിക്കാൻ പോയപ്പോൾ ഒപ്പം കുളത്തിൽ പോയി കുളിച്ചു. ഞങ്ങളന്ന് കുളത്തിലെ കുളിക്കുക, അവിടെ ഉണ്ടൊരു വലിയ കുളമുണ്ട്, ആ കുളത്തിൽ പോയി കുളിച്ചു. നന്നായി നിന്ന് വരക്കുകയാണ്. എന്നാലും വലിയ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വേഗം ഇവരെ കൂടെ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ നല്ല മഴയാണ്. ആ മഴയത്ത് തന്നെ ഞങ്ങൾ പോയി. കുറച്ച് നേരം കുറേ കടകളൊക്കെ ഉണ്ട് സ്റ്റോപ്പിൽ. ആ കടകളുടെ അവിടെ ഞങ്ങൾ നിന്നു. അവിടെ ഒന്നും ആരില്ല, അത്രയ്ക്ക് നല്ല മഴയാണ്, ഒരു മനുഷ്യനില്ല അവിടെ നിന്നും. നല്ല നേരം വെളുക്കുന്ന സമയമാണല്ലോ, അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഗുരുവായൂർക്കുള്ള ബസ് വരുന്ന നേരത്ത് അമ്മായി പറഞ്ഞു വേഗം വാ അതെ ബസ് വരുന്നു, വേഗം കയറിട്ടാന്ന് പറഞ്ഞിട്ട് എന്നെയും കൈ പിടിച്ച് അവർ പോണ നേരത്ത് ഞാൻ പുറയിലേക്ക് തിരിഞ്ഞപ്പോൾ ഉണ്ട് മഴ പെയ്ത് വെള്ളം കെട്ടി കിടക്കണം. അതിൻ്റെ നല്ലൊരു 5-ൻ്റെ നോട്ട്, പുതിയ നോട്ട് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കിടക്കണു. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ആരെയും കാണാനൊന്നുമില്ല അവിടെ. ഞാൻ വേഗം കുമ്പിട്ടിട്ട് നോട്ട് എടുത്തു. കാരണം ഞാൻ ചെറിയ കുട്ടിയല്ലേ, നമുക്ക് 5 രൂപ എന്നൊക്കെ കാണുമ്പോഴന്ന് ഭയങ്കര അതിശയമാണ്. കാരണം എന്ന് വെച്ചാൽ 5 രൂപ വലിയ സംഭവമാണെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വരാൻ അത്രയും മതിയായിരിക്കുമെന്ന്, അതൊന്നും അറിയില്ല. 2 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ബസ്സിന്. ആ സമയത്താണ് ഈ 5 രൂപ എനിക്ക് കിട്ടുന്നത്. അത് എനിക്ക് 5 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ ഞാനത് വേഗം എടുത്ത് കയ്യിൽ പിടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ കയറി എന്താ നീ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കയറി ബസ്സിലെത്തിയപ്പോൾ ഞാൻ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. ചേച്ചി എനിക്കിതാ പൈസ കിട്ടി. ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ പെട്ടെന്ന് അയ്യോ എവിടെ നിന്നാ പൈസ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അമ്മായി പറഞ്ഞു നനഞ്ഞുണ്ട് കേട്ടോ, വെള്ളത്തിൽ നിന്ന് കിട്ടിയതാ കുട്ടിക്ക് പൈസ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതെ നിനക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ ഗുരുവായൂരപ്പം പൈസ തന്നൂലേ എന്നിട്ട് എന്നെ കളിയാക്കിയവർ. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. ഈ 5 രൂപ അവരുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്തു ഞാൻ. അങ്ങനെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് ഭഗവാനെ കണ്ടു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എൻ്റെ കുഞ്ഞു മനസ്സിൽ എനിക്ക് എന്താണെന്ന് തോന്നിയതെന്ന് എനിക്കറിയില്ല. ഞാൻ നന്നായി കരഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ അമ്പലത്തിൽ പോയാൽ കരയാറുണ്ട്. കരയാന്ന് വെച്ചാൽ നമ്മളെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഒഴുകും. അത് നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോ സാഹചര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. എങ്ങനെ നിയന്ത്രിച്ചാലും ഭഗവാന്റെ മുന്നിൽ എൻ്റെ കണ്ണ് നിറയും. അത് പിന്നെ എൻ്റെ ദേവി ഉണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ, ആ ദേവിയുടെ മുന്നിലെത്തിയാലും കണ്ണ് നിറയും. അത് അങ്ങനെയാണ്. പക്ഷെ അന്ന് ആ കുഞ്ഞു മനസ്സ് സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. അല്ലാതെ അന്ന് നമുക്കൊന്നും ചിന്തിക്കാനൊന്നുമില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. ഭഗവാനെ കണ്ട സന്തോഷത്തിലാണ് ഞാൻ അന്ന് കരഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് പോയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള പ്രായങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതെനിക്ക് എന്നും ഓർക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഗുരുവായൂർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമ്മായിമാരുടെ കൂടെയൊക്കെ പോവും. അതൊന്നും എനിക്ക് ഓർമ്മയിലില്ല കേട്ടോ, അതൊക്കെ വേറെ കാര്യം. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ ഒരു ഭക്തിയായി ഞാൻ സ്ഥിരം അമ്പലത്തിൽ പോകാൻ തുടങ്ങി. ആ കാര്യം നിങ്ങളോട് ഞാൻ പറയാം. അത് കുറച്ച് വലുതായതിൻ്റെ ശേഷമാണ്. ഞാൻ എൻ്റെ കോളേജിൽ ചേർന്നു. കോളേജിൽ എന്ന് വെച്ചാൽ അതും വലിയൊരു കഥയാണ്. കോളേജിൽ പോയതും ശ്രീകൃഷ്ണ കോളേജിൽ തന്നെ എനിക്ക് പഠിക്കാനുള്ളൊരു അവസരം കിട്ടി. ആ അവസരം കിട്ടിയത് വലിയൊരു കഥ എന്ന് വെച്ചാൽ വലിയൊരു കഥയാണ്. ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. SLC പാസ്സായി കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രിക്ക് ശ്രീകൃഷ്ണ കോളേജിൽ ചേരണം എന്നുള്ളത്. പക്ഷെ എല്ലാവരും പറഞ്ഞു നിനക്കൊന്നും കിട്ടില്ല, മാർക്കൊക്കെ കുറവല്ലേ, അത് നല്ല മാർക്ക് വേണം, റെക്കമെൻഡ് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ എന്നാണ്. അന്ന് SLCക്ക് അത്ര വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് പാസിനേക്കാളും കുറച്ച് മാർക്കൊക്കെ കൂടുതലുള്ളൂ. എന്നാലും എനിക്കവിടെ സീറ്റ് കിട്ടി. ആ സീറ്റ് കിട്ടിയ കഥ പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അതും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആവാറായി. അപ്പോൾ ഞാനത് വീണ്ടും നിങ്ങളുടെ അടുത്ത് ബാക്കി പറയും. എൻ്റെ കഥ നിങ്ങളെങ്ങനെ സ്വീകരിക്കാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം കേട്ടോ.